സംസ്കൃതി ആയുർവേദിക് ലേക്ക് റിസോർട്ട്. പ്രകൃതി മനോഹരമായ കുന്നാംതോടിന്റെ മണ്ണിനെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ സംസ്കൃതി ആയുർവേദിക് ലേക്ക് റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നു. 24 ഏക്കറിൽ പ്രകൃതി കിണങ്ങുന്ന തരത്തിലുള്ള അതിനൂതനമായ സവിശേഷതകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. ഇന്ത്യൻ, ചൈനീസ്, ആഫ്രിക്കൻ എന്നീ ആയുർവേദിക് ചികിത്സാ രീതികൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. ഇതിൽ ഭാഗമാകാൻ ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുന്നു. സംസ്കൃതി ആയുർവേദിക് ലേക്ക് റിസോർട്ട്. സുധീർ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് പ്രാക്ടിക്കൽ അല്ല. അല്ല സർ, നമ്മൾ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അവര് സമ്മതിക്കുന്നില്ല. എന്താ സുധീർ ഇത്? പുഷ്പം പോലെ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ഒതുക്കി തീർത്തിട്ടുള്ളതല്ലേ. ഇതിപ്പോ ഈ ഗ്രാമവാസി ഈ പ്രോജക്റ്റിൽ ഇടങ്കോലിടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എന്താ മെമ്പറെ, കാശ് മേടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ വീരവാദങ്ങളൊക്കെ അങ്ങ് മറന്നുപോയോ? അത് പിന്നെ ആ ചെക്കൻ കുഴപ്പമില്ല, പക്ഷേ അവന്റെ അച്ഛനും അമ്മാവനും കുഴപ്പക്കാരാ. അതിനാ സ്ഥലവും വീടും അയാളുടെ മൂത്ത മോള് കേസ് പറഞ്ഞ് പിടിച്ചെടുത്തില്ലേ, പിന്നെ അയാളെ നമ്മൾ എന്തിനു താങ്ങണം? അതുമല്ല, മാധവന്റെ മരുമകൻ എന്റെ സ്വന്തം ആളാ, അവൻ കച്ചവടത്തിന് തയ്യാറാ. കേസ് ജയിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ കോടതി ഒഴിഞ്ഞു പോകാൻ 3 മാസത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞേ അവരവിടുന്ന് മാറൂ. അതുമല്ല, അവരവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വേറെ സ്ഥലവുമില്ല. ആകെപ്പാടെയുള്ള സ്ഥലം ലൂയിസ് മുതലാളി മനസ്സ് വെച്ചാൽ മാത്രമേ അവർക്ക് ഉപയോഗിക്കാനും പറ്റൂ. അതെന്താ? ആ പറമ്പിലേക്ക് വേറെ വഴിയില്ല. നടന്നു പോകാനുള്ള വഴിയെങ്കിലും കിട്ടിയ ഒരു ചെറ്റക്കുടിലെങ്കിലും കെട്ടി അവിടെ താമസിക്കാമെന്ന മാധവൻ പറയുന്നത്. പക്ഷേ അതിനും ലൂയിസ് മുതലാളിക്ക് അനിയണം. മിസ്റ്റർ ലൂയിസ്, താങ്കൾ അല്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഈ പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം താങ്കൾക്ക് തന്നെയാണ്. അങ്ങനെ മാധവന് മുന്നിൽ തോറ്റിട്ടുള്ള ഒരു ഗുണവും ഈ ലൂയിസിന് വേണ്ട. ഈ സ്ഥലത്തിന്റെ വഴിപ്രശ്നം കാരണം എനിക്കെന്റെ അനിയനെ നഷ്ടമായി. 3 കൊല്ലാ ഞാൻ ജയിലിൽ കിടന്നത്. മാധവന്റെ നാശം അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. അല്ല സാർ, ഈ പ്രോജക്റ്റ് ഇങ്ങനെ നീണ്ടുപോയ സാറിന് തന്നെ ഒരുപാട് തുക നഷ്ടമാവും. എടോ, എന്റെ സ്വത്തുക്കൾ മുഴുവൻ വിൽക്കേണ്ടി വന്നാലും ഈ ലൂയിസിനെ അതൊക്കെ മലര്. മാധവനെയും കുടുംബത്തെയും ഈ നാട്ടിൽ നിന്ന് നാട് കടത്തണം. അത് കണ്ടിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ മരിക്കാൻ. അതുവരെ എന്ത് നഷ്ടമുണ്ടായാലും ഞാൻ സഹിച്ചോളാം. അല്ല, ഈ ലൂയിസും മാധവനും തമ്മിൽ എന്താ പ്രശ്നം? അത് വലിയൊരു കഥയാ സാറേ. ഈ മാധവന് ശ്രീധരൻ കിട്ടിയ കുറച്ച് വസ്തുവുണ്ട്, അതിന്റെ വഴിയുടെ പേരിൽ തുടങ്ങിയ തമ്മിലടിയാ. ഈ ലൂയിസ് മുതലാളിയുടെ അനിയൻ ചാക്കോ ഒരു വിളഞ്ഞ വിത്തായിരുന്നു സാറേ. ഈ പറഞ്ഞ വസ്തു തർക്കത്തിന്റെ പേരിൽ ഒരു ദിവസം മാധവന്റെ ഭാര്യയെ ചാക്കോ അതിക്രൂരമായി അടിച്ചു കൊന്നു. അങ്ങനെ ചാക്കോ ജയിലിലായി. ഗൂഢാലോചന കുറ്റത്തിന് ലൂയിസ് മുതലാളിയും 3 കൊല്ലം അഴിയങ്ങി. നാണക്കേട് സഹിക്കാനാവാതെ ചാക്കോ ജയിലിൽ തന്നെ അങ്ങ് തൂങ്ങി. അതിനു പിന്നാലെ ലൂയിസിന്റെ ആദ്യ ഭാര്യ പെട്ടിയും തൂക്കി അങ്ങ് പോവുകയും ചെയ്തു. അതോടെ ലൂയിസ് മുതലാളിയുടെ വൈരാഗ്യം അങ്ങ് കൂടി. അപ്പൊ ഒന്ന് വീട്ടിൽ കണ്ടതോ? അത് പുള്ളി വീണ്ടും കെട്ടിയതല്ലേ, ഇപ്പൊ ഇത്തിരി ഒതുങ്ങിയിരിക്കുക. പക്ഷേ പക മാറിയിട്ടില്ല. ആ മാധവന്റെ മകന്റെ എത്ര കല്യാണങ്ങൾ മുടക്കിയെന്നറിയാമോ? ആ മാധവൻ ആളെങ്ങനെയാ? തനിക്കൂതറയാ സാറേ. എങ്കിലും അയാളുടെ ആളിയൻ ഭൂലോക തറയല്ലേ. വെള്ളം അടിക്കാത്തപ്പോ മാത്രമേ ഉള്ളൂ.